Today our topic is air conditioning. നമ്മളിന്ന് എയർ കണ്ടീഷനിങ് എന്താണ്, അതിൻ്റെ ഡിഫറൻറ്റ് സിസ്റ്റംസ് എന്തൊക്കെയാണ് എന്നാണ് നോക്കാൻ പോവുക. അപ്പോൾ ആ പേര് പോലെ തന്നെ എയറിനെ കണ്ടീഷൻ ചെയ്യുന്നു. എന്തിനു വേണ്ടി? രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി കണ്ടീഷൻ ചെയ്യാം. ഒന്ന്, ഹ്യൂമൻ കംഫർട്ടിന് വേണ്ടി കണ്ടീഷൻ ചെയ്യാം. രണ്ടാമത്തത് ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി. ഒരു ഇൻഡസ്ട്രിക്ക് ഒരു പർട്ടിക്കുലർ അറ്റ്മോസ്ഫിയർ ആവശ്യമാണ് ഏതോ ഒരു ആപ്ലിക്കേഷന് വേണ്ടി. സോ ആ ആപ്ലിക്കേഷന് വേണ്ടിയുള്ള ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ മേ ബി ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും അതുപോലെ തന്നെ വെറ്റ് ബൾബ് ടെമ്പറേച്ചറും ഒക്കെ ഡിഫറൻ്റ് ആയിരിക്കും കമ്പയർഡ് ടു ഹ്യൂമൻ കംഫർട്ട്. കാരണം ഹ്യൂമന് മാക്സിമം കംഫർട്ട് കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കില്ല ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയുള്ള അറ്റ്മോസ്ഫിയർ. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും പ്രൊവൈഡ് ചെയ്യാൻ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിന് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക ഹ്യൂമൻ കംഫർട്ടാണ്. അതിനുവേണ്ടിയുള്ള എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് ആണ്. അപ്പോൾ ഹ്യൂമൻ കംഫർട്ട് എന്താണ്, ഹ്യൂമൻ കംഫർട്ടിന് കാരണമാകുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. അപ്പോൾ ആ ഫാക്ടേഴ്സിൻ്റെയൊക്കെ ബേസിലായിരിക്കും എയർ കണ്ടീഷനിങ് സിസ്റ്റം ഡിസൈൻ ചെയ്യുക. അപ്പോൾ എയർ കണ്ടീഷനിങ് സിസ്റ്റം ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് കണ്ടീഷനിങ് ഓഫ് എയർ. ആ എയർ കണ്ടീഷനിങ്, ആ പേര് പോലെ തന്നെ എയറിനെ കണ്ടീഷൻ ചെയ്തെടുക്കുന്നു. എന്തിനു വേണ്ടി? ഹ്യൂമൻ കംഫർട്ട് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഹ്യൂമൻസിന് മാക്സിമം കംഫർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ വേണം. അപ്പോൾ ആ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ ആ അറ്റ്മോസ്ഫിയറിലേക്ക് കണ്ടീഷൻഡ് ആയിട്ടുള്ള എയർ സപ്ലൈ ചെയ്യണം. അപ്പോൾ അതിനാണ് എയർ കണ്ടീഷനിങ് സിസ്റ്റം. അപ്പോൾ എയർ കണ്ടീഷൻ സിസ്റ്റത്തിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എയറിനെ കണ്ടീഷൻ ചെയ്യുന്നു. രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കണ്ടീഷൻ ചെയ്യുന്നത്. ഒന്ന്, ഹ്യൂമൻ കംഫർട്ട് വേണ്ടി കണ്ടീഷൻ ചെയ്യുന്നു. രണ്ടാമത്തെ കേസ്, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിന് വേണ്ടി കണ്ടീഷൻ ചെയ്യുന്നു. സോ സപ്ലൈയിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഡിസൈറബിൾ ഇൻറ്റേർണൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ഫോർ ഹ്യൂമൻ കംഫർട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് എക്സ്റ്റേണൽ കണ്ടീഷൻസ്. അപ്പോൾ ആംബിയൻ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഹോട്ട് ക്ലൈമറ്റ് ആകാം, അല്ലെങ്കിൽ കോൾഡ് ക്ലൈമറ്റ് ആകാം. അതെന്ത് തന്നെയായാലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട റൂം, അല്ലെങ്കിൽ നമുക്ക് കംഫർട്ട് സോൺ ക്രിയേറ്റ് ചെയ്യേണ്ട ആ ഒരു സ്പേസ് എന്ന് പറയുമ്പം ആംബിയൻ്റ് കണ്ടീഷനുമായിട്ട് ഒരു ബന്ധമില്ലാത്തതായിരിക്കും. മീൻസ് ഹ്യൂമൻസിന് മാക്സിമം കംഫർട്ട് കിട്ടുന്ന ഒരു കംഫർട്ട് സോൺ ആയിരിക്കും എയർ കണ്ടീഷനിങ് സിസ്റ്റം ആ റൂമിൽ അല്ലെങ്കിൽ ആ ഒരു കൺഫൈൻഡ് സ്പേസിൽ ക്രിയേറ്റ് ചെയ്യുക. Air conditioning is the process of controlling and maintaining the internal atmosphere in a confined space. It involves the control of temperature, humidity, motion of air and purity of atmosphere in the space of interest. അപ്പോൾ ആംബിയൻ്റ് കണ്ടീഷൻ എന്ത് തന്നെയായാലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഹ്യൂമൻ കംഫർട്ട് മാക്സിമം കിട്ടുന്ന ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആ ഒരു സ്പേസിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയർ, അതിനെ കണ്ടീഷൻ ചെയ്യുന്നു. അതാണ് എയർ കണ്ടീഷനിങ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടീഷൻ ചെയ്യുന്നത്? ബൈ കൺട്രോളിങ് ദ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, എയർ പ്യൂരിറ്റി, എയർ മോഷൻ തുടങ്ങി ആ എയറിനെ കണ്ടീഷൻ ചെയ്തെടുക്കുന്നു. അത്തരത്തിൽ കണ്ടീഷൻ ചെയ്ത എയറാണ് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. ദെൻ ആ റൂമിൽ ഹ്യൂമൻസിന് വേണ്ട ഒരു കംഫർട്ട് സോൺ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് എയറിനെ കണ്ടീഷൻ ചെയ്യുന്നു. അപ്പോൾ കണ്ടീഷനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ നമ്മൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന ആ എയറിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, അതുപോലെ തന്നെ എയറിൻ്റെ മൂവ്മെൻറ്റ്, എയറിൻ്റെ പ്യൂരിറ്റി തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് എയറിനെ കണ്ടീഷൻ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ കണ്ടീഷൻ ചെയ്യുന്നത് ഹ്യൂമൻ്റെ കേസാണെങ്കിൽ ഹ്യൂമൻസിന് മാക്സിമം കംഫർട്ട് കിട്ടുന്ന രീതിയിലേക്ക് കണ്ടീഷൻ ചെയ്യുന്നു. എന്നിട്ട് ഹ്യൂമൻസ് ഓക്യുപ്പൈ ചെയ്യുന്ന സ്പേസിലേക്ക് ഇത് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എയർ കണ്ടീഷനിങ് സിസ്റ്റം ഹ്യൂമൻ കംഫർട്ടിന് വേണ്ടി ഡിസൈൻ ചെയ്യുന്ന കേസിൽ ഹ്യൂമൻ കംഫർട്ടിന് കാരണമാകുന്ന ഫാക്ടേഴ്സുകളെ ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും എയർ കണ്ടീഷനിങ് സിസ്റ്റം ഡിസൈൻ ചെയ്യുക. എയർ ടെമ്പറേച്ചർ ഈസ് കൺട്രോൾഡ് ബൈ കൂളിംഗ് ഓർ ഹീറ്റിംഗ് ദ എയർ. ഹ്യൂമിഡിറ്റി ഈസ് കൺട്രോൾഡ് ബൈ ആഡിങ് ഓർ റിമൂവിങ് വാട്ടർ വേപ്പർ. അപ്പോൾ നമുക്ക് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കൂട്ടാം കുറയ്ക്കാം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എയറിനെ ഹീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എയറിനെ കൂൾ ചെയ്യാം. ഇനി അതെല്ലാം ഹ്യൂമിഡിറ്റി കൂട്ടണം അല്ലെങ്കിൽ കുറയ്ക്കണം. അപ്പോൾ അങ്ങനെയുള്ള കേസാണെങ്കിൽ വാട്ടർ വേപ്പർ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ വാട്ടർ വേപ്പർ റിമൂവ് ചെയ്യണം.
ഇനി എയർ മൂവ്മെൻറ്റ് വേണം. അപ്പോൾ ആ എയർ മൂവ്മെൻറ്റ് വേണ്ടിയുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാകണം. എയർ പ്യൂരിറ്റി വേണം. അപ്പോൾ എയർ പ്യൂരിറ്റിക്ക് വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ് ഉണ്ടാകണം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എയറിനെ കണ്ടീഷൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയറിനെ ടെമ്പറേച്ചർ കൂട്ടണമെങ്കിൽ കൂട്ടാം, ടെമ്പറേച്ചർ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, ഹ്യൂമിഡിറ്റി കൂട്ടണമെങ്കിൽ കൂട്ടാം, ഹ്യൂമിഡിറ്റി കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അതുപോലെ എയർ മൂവ്മെൻറ്റ് പോസിബിൾ ആക്കുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ എയർ പ്യൂരിറ്റി വേണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഫിൽറ്റർ വേണം. ഇത്തരത്തിൽ നമുക്ക് ഹ്യൂമൻ കംഫർട്ടിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ഉള്ള ഒരു കണ്ടീഷൻ ചെയ്ത എയർ ആയിരിക്കണം റൂമിലേക്ക് സപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഒരു ഹ്യൂമൻ കംഫർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംഫർട്ട് ചാർട്ട് കണ്ടു. അതിൽ ആ കംഫർട്ട് സോൺ കണ്ടു. അപ്പോൾ അവിടെ എഫക്റ്റീവ് ടെമ്പറേച്ചറിൻ്റെ ഒരു റേഞ്ച് ഉണ്ട്, അതുപോലെ തന്നെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയുടെ ഒരു റേഞ്ചും ഉണ്ട്. എന്നിരുന്നാലും ഹ്യൂമൻ കംഫർട്ട് അല്ലെങ്കിൽ മാക്സിമം ഹ്യൂമൻസിന് കംഫർട്ട് കിട്ടുന്ന ഒരു ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, വെലോസിറ്റി റേഞ്ച് ഇതാണ്. ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുമ്പോൾ 22 ഡിഗ്രി സെൽഷ്യസ് മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് മാക്സിമം കംഫർട്ട് കിട്ടുന്നൊരു ടെമ്പറേച്ചർ. ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോൾ 55% to 65% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ് മാക്സിമം കംഫർട്ട് കിട്ടുന്ന ഒരു റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അതുപോലെ തന്നെ എയറിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 0.3 മീറ്റർ പെർ സെക്കൻഡ് ടു 0.5 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കണം. സോ ഇത്തരത്തിൽ ഈ ഒരു രീതിയിൽ കണ്ടീഷൻ ചെയ്ത എയർ ആണെങ്കിൽ ഹ്യൂമൻ കംഫർട്ട് മാക്സിമം ഉണ്ടാകും. അപ്പോൾ വി കനോട്ട് ചേഞ്ച് ദ വെദർ ബട്ട് വി ക്യാൻ ചേഞ്ച് ദ ക്ലൈമറ്റ് ഇൻ എ കൺഫൈൻഡ് സ്പേസ് ബൈ എയർ കണ്ടീഷനിങ്. അതായത് നമുക്ക് ആംബിയൻറ്റ് കണ്ടീഷൻസ് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ റൂമിനകത്തെ അല്ലെങ്കിൽ നമുക്ക് ഏത് സ്പേസ് ആണോ കണ്ടീഷൻ ചെയ്യേണ്ടത് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എയർ കണ്ടീഷനിങ് സിസ്റ്റം. അപ്പോൾ എ ബോഡി ഫീൽസ് കംഫർട്ടബിൾ വെൻ ഇറ്റ് ക്യാൻ ഫ്രീലി ഡിസിപ്പേറ്റ് ഇറ്റ്സ് വേസ്റ്റ് ഹീറ്റ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഹ്യൂമൻ ബോഡിയിൽ നിന്ന് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു. അത് ആക്ടിവിറ്റീസ് കൂടുതലാണെങ്കിൽ ആ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിൻ്റെ എമൗണ്ട് കൂടുതലാണ്. അത് സെൻസിബിൾ ഹീറ്റ് ഉണ്ട്, ലേറ്റൻ്റ് ഹീറ്റ് ഉണ്ട്. അപ്പോൾ ആ ഹീറ്റ് എത്ര എമൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നു, അപ്പോൾ അത്രയും ബോഡിക്ക് കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ആ ലേറ്റൻ്റ് ഹീറ്റ് റിമൂവ് ആകാതിരുന്ന് കഴിഞ്ഞാൽ ഇത് സംഭവിക്കും, ബോഡിക്ക് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ ബോഡിയിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്ന ആ ഹീറ്റിനെ റിമൂവ് ചെയ്യാൻ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിന് സാധിക്കണം. അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് ആ ഹീറ്റ് ഡിസിപ്പേറ്റ് ബോഡിയിൽ നിന്ന് ഡിസിപ്പേറ്റ് ചെയ്യുന്ന ആ ഹീറ്റിനെ റിമൂവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഹ്യൂമൻസിന് കംഫർട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതാണ് എ ബോഡി ഫീൽസ് കംഫർട്ടബിൾ വെൻ ഇറ്റ് ക്യാൻ ഫ്രീലി ഡിസിപ്പേറ്റ് ഇറ്റ്സ് വേസ്റ്റ് ഹീറ്റ് ആൻഡ് നോ മോർ. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് അത് ആക്ടിവിറ്റീസ് മൂലം ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബോഡി ഫ്രീ ആയിട്ടിരിക്കുമ്പം റെസ്റ്റ് ആയിട്ടിരിക്കുമ്പോഴും ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ആ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ റിമൂവ് ചെയ്യുമ്പോൾ ഹ്യൂമൻ ബോഡിക്ക് കംഫർട്ട് ഫീൽ ചെയ്യും. ദെൻ എയർ കണ്ടീഷനിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്കറിയാം. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഡൊമസ്റ്റിക് ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതുപോലെ ട്രാൻസ്പോർട്ട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മോഡ്യൂൾ 6 കാണും. അപ്പോൾ ഇനി അടുത്തത് എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് ആണ്. നമ്മൾ ആ എയർ കണ്ടീഷൻ സിസ്റ്റംസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അക്കോർഡിംഗ് ടു ദ പർപ്പസ്. കംഫർട്ട് എയർ കണ്ടീഷനിങ്, അതുപോലെ ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ്. അപ്പോൾ എന്താണ് പർപ്പസ്, അതിനെ ബേസ് ചെയ്ത് കംഫർട്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉണ്ട്, അതുപോലെ ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് ഉണ്ട്. അടുത്തതാണ് അക്കോർഡിംഗ് ടു ദ സീസൺ ഓഫ് ദ ഇയർ. വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉണ്ട്, സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉണ്ട്, ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉണ്ട്. ഇനി അക്കോർഡിംഗ് ടു ദ അറേഞ്ച്മെൻറ്റ് ഓഫ് എക്യുപ്മെൻറ്റ്. അക്കോർഡിംഗ് ടു ദ അറേഞ്ച്മെൻറ്റ് ഓഫ് എക്യുപ്മെൻറ്റ് രണ്ടായിട്ട് തിരിച്ചു. യൂണിറ്ററി എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉണ്ട്, സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉണ്ട്. ഇനി 1 by 1 ആയിട്ട് നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം കംഫർട്ട് എയർ കണ്ടീഷനിങ്. അപ്പോൾ അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക ഹ്യൂമൻ കംഫർട്ടാണ്. എയർ ബ്രോട്ട് ടു ദ റിക്വയർഡ് ഡ്രൈബിൾ ടെമ്പറേച്ചർ ആൻഡ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഫോർ ദ ഹ്യൂമൻ ഹെൽത്ത്, കംഫർട്ട് ആൻഡ് എഫിഷ്യൻസി. അപ്പോൾ കംഫർട്ട് എയർ കണ്ടീഷനിങ് മെയിനായിട്ട് ഉദ്ദേശിക്കുക ഹ്യൂമൻ കംഫർട്ടാണ്. ഹ്യൂമൻസിന് മാക്സിമം കംഫർട്ട് കിട്ടുന്ന ഒരു കണ്ടീഷൻ. അപ്പോൾ അത്തരത്തിലുള്ള കണ്ടീഷൻ ചെയ്ത ഒരു എയർ ഒരു റൂമിലേക്ക് സപ്ലൈ ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഡിസൈൻ ചെയ്തിരിക്കുന്ന എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ് കംഫർട്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഇനി അടുത്തത് ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം.
Dry bulb temperature and the relative humidity of the air is kept constant for proper working of the machines and for the proper research and manufacturing process. ഇനി ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് എന്ന് പറയുമ്പം ഒരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വെറ്റ് ബൾബ് അല്ലെങ്കിൽ പർട്ടിക്കുലർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ഉദാഹരണം ഒരുപാട് സെർവർ ഇരിക്കുന്ന റൂമാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് വർക്ക് സ്റ്റേഷൻസ് ഒക്കെയുള്ള റൂമാണെങ്കിൽ അവിടെ ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉണ്ടാകും. അതെന്ന് പറയുമ്പോൾ ഹ്യൂമൻ കംഫർട്ടിന് വേണ്ടി ആയിരിക്കില്ല, മറിച്ച് ആ മെഷീൻസിൻ്റെ കംഫർട്ടിന് വേണ്ടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ക്ലൈമറ്റിലേക്ക് ഹ്യൂമൻസ് പോയി കഴിയുമ്പോൾ ഹ്യൂമൻസിന് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. കാരണം ആ ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത് മെഷീൻസിന് വേണ്ടിയാണ്. മെഷീൻസ് ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ് റിമൂവ് ചെയ്യുക, അങ്ങനെ മെഷീൻസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക എന്ന ഒരു ഉദ്ദേശത്തോടെയാണ്. അപ്പോൾ അതാണ് ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഇനി അടുത്തതാണ് നമ്മൾ മെയിനായിട്ട് ഹ്യൂമൻ കംഫർട്ടിന് വേണ്ടിയുള്ള എയർ കണ്ടീഷനിങ് സിസ്റ്റം. അത് രണ്ടായിട്ട് നമ്മൾ തിരിച്ചു: സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം, വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം. ആ പേര് പോലെ തന്നെ സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സമ്മർ ക്ലൈമറ്റിൽ വേണ്ടി യൂസ് ചെയ്യുന്ന എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ്. വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ആ വിൻ്റർ ക്ലൈമറ്റിൽ യൂസ് ചെയ്യാവുന്ന ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഓക്കെ, നമുക്കത് ആദ്യം സമ്മർ നോക്കാം. സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം. അപ്പോൾ സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനെ എഗെയിൻ നമ്മൾ രണ്ടായിട്ട് തിരിക്കും: ഹോട്ട് ആൻഡ് ഡ്രൈ വെതർ, അതുപോലെ ഹോട്ട് ആൻഡ് വെറ്റ് വെതർ. എന്ന് പറയുമ്പോൾ സമ്മർ എയർ കണ്ടീഷനിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹോട്ട് കണ്ടീഷനാണ്, അതായത് ചൂടുള്ള വളരെ ഹോട്ടായിട്ടുള്ള ആംബിയൻ്റ് കണ്ടീഷൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം യൂസ് ചെയ്യുക. അപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നല്ല ചൂടുള്ള ക്ലൈമറ്റാണ്, അപ്പോൾ അകത്തെ ഒരു സ്പേസ് അല്ലെങ്കിൽ റൂമിലെ സ്പേസ് അല്ലെങ്കിൽ കൺഫൈൻഡ് സ്പേസ് എന്ന് പറയുന്നത് ആ ആംബിയൻറ്റ് ടെമ്പറേച്ചറിനേക്കാളും വളരെ കുറഞ്ഞ ഒരു ടെമ്പറേച്ചറിൽ റൂം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ സമ്മർ എയർ കണ്ടീഷനിങ് മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി. നമ്മൾ പിന്നീട് കാണും വിശദമായിട്ട്. അപ്പോൾ എനിവേ ഈ സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം നമുക്ക് രണ്ട് ക്ലൈമറ്റിന് വേണ്ടി യൂസ് ചെയ്യണം: ഹോട്ട് ആൻഡ് ഡ്രൈ വെതറും ഹോട്ട് ആൻഡ് വെറ്റ് വെതറും. ഹോട്ട് ആൻഡ് ഡ്രൈ വെതർ എന്ന് പറഞ്ഞാൽ ആംബിയൻ്റ് കണ്ടീഷൻ വളരെ ഹോട്ടാണ്, മേ ബി ഒരു 30 or 32 or 42 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ ആ ക്ലൈമറ്റിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഹ്യൂമിഡിറ്റി വളരെ കുറവാണ്, മോയിസ്ചർ കണ്ടൻറ്റ് വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ ചില റീജിയൻസിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ചൂടുണ്ട്, പക്ഷെ നമ്മുടെ ബോഡി വിയർക്കുന്നില്ല. കാരണം ആംബിയൻറ്റിൽ ഹ്യൂമിഡിറ്റി വളരെ കുറവായതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ വിയർപ്പുണ്ടാകുമ്പോൾ ആ വിയർപ്പ് അപ്പം എളുപ്പം തന്നെ വേപ്പർ ഫോമിലേക്ക് മാറിപ്പോകുന്നു. അതുകൊണ്ട് തന്നെ ആ സ്വെറ്റ് ഫോർമേഷൻ നമുക്ക് ബോഡിയിൽ കാണാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ക്ലൈമറ്റാണ് ഹോട്ട് ആൻഡ് ഡ്രൈ വെതർ എന്ന് പറയുമ്പോൾ. ആംബിയൻ്റ് കണ്ടീഷൻ വളരെ ഹോട്ടാണ്, പക്ഷേ അവിടുത്തെ ആ ആംബിയൻറ്റിലുള്ള മോയിസ്ചർ കണ്ടീഷൻ വളരെ കുറവാണ്. ഇനി അടുത്ത് നമ്മൾ സമ്മർ കണ്ടീഷൻ ഡിസൈൻ ചെയ്യുക ഹോട്ട് ആൻഡ് വെറ്റ് വെതർ ആയിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും സമ്മർ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ മെയിനായിട്ടും അത് ഉദ്ദേശിക്കുക ഹോട്ട് ആൻഡ് വെറ്റ് വെതർ ആയിരിക്കും. അതായത് ആംബിയൻറ്റ് നല്ല ഹോട്ടാണ്, അതോടൊപ്പം തന്നെ ആംബിയൻറ്റിൽ ഹ്യൂമിഡിറ്റി ആവശ്യത്തിലധികം ഉണ്ട് താനും. കാരണം ഹോട്ട് ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഈ ക്ലൈമറ്റ് ഹോട്ട് ആയതുകൊണ്ട് തന്നെ പോൺസ്, റിവേഴ്സ് തുടങ്ങിയ എവിടെയൊക്കെയാണോ വാട്ടർ റിസർവോയേഴ്സ് ഉള്ളത്, അപ്പോൾ അവിടെ നിന്നൊക്കെ ഇവാപ്പറേറ്റ് ചെയ്തു പോകുന്ന വാട്ടറിൻ്റെ എമൗണ്ട് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിൽ ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും, അല്ലെങ്കിൽ മോയിസ്ചർ കണ്ടൻറ്റ് ആവശ്യത്തിൽ കൂടുതലുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ക്ലൈമറ്റാണ് ഹോട്ട് ആൻഡ് വെറ്റ് വെതർ. അപ്പോൾ നമുക്ക് ആദ്യം സമ്മർ എയർ കണ്ടീഷൻ സിസ്റ്റം. സമ്മർ എയർ കണ്ടീഷൻ സിസ്റ്റം നമ്മൾ നേരത്തെ കണ്ട ഒരു വേപ്പർ കംപ്രഷൻ സിസ്റ്റം തന്നെയാണ്. അവിടെ ഇവാപ്പറേറ്റർ ഉണ്ടാകും, കംപ്രസർ ഉണ്ടാകും, കണ്ടൻസർ ഉണ്ടാകും, എക്സ്പാൻഷൻ വാൽവ് ഉണ്ടാകും. പക്ഷേ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, നമുക്ക് വേണ്ടത് തണുപ്പാണ്. കാരണം ആംബിയൻ്റ് എയർ ഹോട്ട് ആയതുകൊണ്ട് തന്നെ എയറിനെ കൂൾ ചെയ്യണം. അപ്പോൾ ആ എയറിനെ നമുക്ക് കണ്ടീഷൻ ചെയ്യേണ്ട എയറിനെ ഈ കൂളിംഗ് കോയിലിൽ കൂടെ കിടത്തി വിട്ട് നമ്മൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ജസ്റ്റ് കൂൾ ചെയ്ത് മാത്രം റൂമിലേക്ക് സപ്ലൈ ചെയ്താൽ പോരാ, കാരണം ആ എയറിൻ്റെ പ്യൂരിറ്റി നോക്കണം, എയർ മൂവ്മെൻറ്റ് നോക്കണം, അതുപോലെ തന്നെ എയറിൻ്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നോക്കണം. അതെങ്ങനെയാണെന്നുള്ളത് കാണുന്നു. അപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഒരു വേപ്പർ കംപ്രഷൻ സിസ്റ്റം തന്നെയാണ്. അപ്പോൾ അതിൽ കൂളിംഗ് കോയിലാണ് ശരിക്കും എയറിനെ കൂൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. കൂളിംഗ് കോയിൽ മീൻസ് ഇവാപ്പറേറ്റർ കോയിൽ.
അപ്പോൾ അതുതന്നെയാണ് ഇവിടെയും കാണുന്നത്. നമുക്ക് കണ്ടൻസറുണ്ട്, കംപ്രസറുണ്ട്, എക്സ്പാൻഷൻ ഡിവൈസ് ഉണ്ട്, ഇവാപ്പറേറ്റർ ഉണ്ട്. അതിൽ ഈ ഇവാപ്പറേറ്റർ സെക്ഷനാണ് നമ്മുടെ റൂമിനകത്തിരിക്കുന്ന ഇൻഡോർ യൂണിറ്റ്. എയർ കണ്ടീഷൻ സിസ്റ്റത്തിലെ റൂമിനകത്തുള്ള ആ ഒരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിൽ ഒരു ഇവാപ്പറേറ്റർ കോയിലുണ്ടാകും. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു ബ്ലോവർ ഉണ്ടാകും. അപ്പോൾ ഈ ബ്ലോവർ എന്ത് ചെയ്യുന്നു? എയറിനെ ഇവാപ്പറേറ്റർ കോയിലിന് പുറത്തുകൂടെ പാസ് ചെയ്യിപ്പിച്ച് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എയർ ഇവാപ്പറേറ്റർ കോയിലിന് മുകളിലൂടെ പോകാൻ നേരത്ത് അത് കൂളാകുന്നു. അങ്ങനെ തണുത്ത എയർ റൂമിലേക്ക് കിട്ടുന്നു. ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ള സെക്ഷൻ, നമുക്കൊരു ഫാനും അതുപോലെ കണ്ടൻസറും അടങ്ങുന്ന ഒരു സെക്ഷൻ നമ്മുടെ റൂമിൻ്റെ പുറത്തായിട്ട് കണ്ടിട്ടുണ്ടാകും. ഇനി അതല്ലാത്ത അറേഞ്ച്മെൻറ്റും ഉണ്ട്. അത് നമ്മൾ മൊഡ്യൂൾ 6 പഠിക്കും. അപ്പോൾ എനിവേ ഇത്തരത്തിൽ നമുക്ക് ഇവാപ്പറേറ്റർ കോയിലുണ്ട്. ആ ഇവാപ്പറേറ്റർ കോയിലാണ് ഇവിടെ എയറിനെ കൂൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ എയറിനെ ഹ്യൂമിഡിറ്റി വേണമെങ്കിൽ ഹ്യൂമിഡിറ്റി റിമൂവ് ചെയ്യണമെങ്കിൽ ഒക്കെ നമുക്ക് യൂസ് ചെയ്യുന്നത് ഈ ഇവാപ്പറേറ്റർ കോയിലാണ്, അല്ലെങ്കിൽ കൂളിംഗ് കോയിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം സമ്മർ എയർ കണ്ടീഷനിങ് ഫോർ ഹോട്ട് ആൻഡ് വെറ്റ് വെതർ നോക്കാം. എന്ന് പറയുമ്പോൾ ആംബിയൻ്റ് കണ്ടീഷൻ നല്ല ചൂടാണ്. അതുപോലെ തന്നെ ആംബിയൻറ്റിൽ ആവശ്യത്തിൽ കൂടുതൽ മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ, ഒന്ന് പുറത്തുനിന്നാണ് എയറിനെ എടുക്കുന്നത്. അപ്പോൾ പുറത്തുനിന്ന് എടുക്കുന്ന എയറിനെ കൂൾ ചെയ്യണം. ഫസ്റ്റ് എയിം എന്ന് പറയുമ്പോൾ കൂൾ ചെയ്യണം. കൂൾ ചെയ്താൽ മാത്രം പോരാ, പുറത്തുനിന്ന് എടുക്കുന്ന എയറിനകത്ത് ഹ്യൂമിഡിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് കുറച്ച് വാട്ടർ വേപ്പറിനെ റിമൂവ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇതാണ് ഈ ഒരു സമ്മർ എയർ കണ്ടീഷനിങ്ങിൻ്റെ ഡ്യൂട്ടി. അതായത് കൂൾ ചെയ്യുകയും ചെയ്യണം, ഡീഹ്യൂമിഡിഫൈ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു സൈക്കോമെട്രിക് പ്രോസസ്സ് പഠിച്ചിരുന്നു, കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. അപ്പോൾ നമ്മളവിടെ പറഞ്ഞിരുന്നു ഈ ഒരു പ്രോസസ്സ് നമ്മൾ സമ്മർ എയർ കണ്ടീഷനിങ്ങിലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്, കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. അപ്പോൾ അതേ കാര്യമാണ് ഇവിടെയും സംഭവിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ കൺഫൈൻഡ് സ്പേസ് അല്ലെങ്കിൽ കണ്ടീഷൻഡ് സ്പേസ്. ഏത് സ്പേസാണോ നമുക്കൊരു പർട്ടിക്കുലർ ഹ്യൂമൻ കംഫർട്ടിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതാണ് ഈ ഒരു സ്പേസ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഔട്ട്സൈഡ് എയർ എടുക്കാനുള്ള ഒരു പ്രൊവിഷനുണ്ട്. ഒരു ഫിൽറ്ററുണ്ട്, ഒരു കൂളിംഗ് കോയിലുണ്ട്, അതുപോലെ ഒരു പെർഫോറേറ്റഡ് മെംബ്രെയിൻ ഉണ്ട്, ഒരു ഹീറ്റിംഗ് കോയിലുണ്ട്, ഒരു ഫാനുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ എയർ കണ്ടീഷനിങ്ങിലൊക്കെ ചെയ്ത് ഈ കണ്ടീഷൻഡ് ആയിട്ടുള്ള സ്പേസിൽ നിന്ന് ഒരു പർട്ടിക്കുലർ എമൗണ്ട് എയർ എടുക്കും. അതോടൊപ്പം തന്നെ ഔട്ട്സൈഡിൽ നിന്ന് ഒരു പർട്ടിക്കുലർ എമൗണ്ട് എടുക്കും. അപ്പോൾ കൂടുതൽ എമൗണ്ടും ഈ പറയുന്ന റീസർക്കുലേറ്റ് എമൗണ്ട് ആയിരിക്കും. ഒരു 60 or 70% റീസർക്കുലേറ്റ് എയർ ആയിരിക്കും. അതിന് വേരിയേഷൻ ഉണ്ടാക്കാം. ബാക്കിയുള്ള പെർസെൻറ്റേജ് ആയിരിക്കും പുറത്തുനിന്ന് എടുക്കുക. അപ്പോൾ ഇത് ഓൾറെഡി കണ്ടീഷൻഡ് ആയിട്ടുള്ള എയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട്സൈഡിൽ നിന്ന് എയർ കുറവായതുകൊണ്ടും കൂളിംഗ് കോയിലിന് വേണ്ട എഫോർട്ട് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടീഷൻഡ് ആയിട്ടുള്ള സ്പേസിൽ നിന്നൊരു പർട്ടിക്കുലർ എമൗണ്ട് എടുക്കുന്നു. അതോടൊപ്പം തന്നെ ഔട്ട്സൈഡിൽ നിന്ന് എയർ എടുക്കുന്നു. ഇത് രണ്ടും മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്തതിന് ശേഷം അത് ഫിൽറ്ററിലൂടെ കടന്നു പോകുന്നു. ആ എയറിനെ ഫിൽറ്റർ ചെയ്യുന്നു. അത് കൂളിംഗ് കോയിലൂടെ കടന്നു പോകുന്നു. കൂളിംഗ് കോയിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ വളരെ താന്നു. അതോടൊപ്പം തന്നെ കൂളിംഗ് കോയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചറിനെ അപ്പാരറ്റസ് ഡ്യൂ പോയിൻ്റ് എന്ന് പറയും. വളരെ താന്ന ടെമ്പറേച്ചറിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഈ വരുന്ന മിക്സ്ചർ, അതായത് റീസർക്കുലേറ്റഡ് എയറും ഫ്രഷ് എയറും തമ്മിൽ മിക്സ് ചെയ്ത് വരുന്ന ആ മിക്സ്ചർ ഈ കൂളിംഗ് കോയിലിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിനകത്തുള്ള വാട്ടർ വേപ്പറിൽ കുറച്ച് കണ്ടൻസ് ചെയ്യും. അങ്ങനെ കണ്ടൻസ് ചെയ്യുന്ന ആ വാട്ടർ വേപ്പറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു പെർഫോറേറ്റഡ് മെംബ്രെയിൻ ഇരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ റിമൂവ് ചെയ്യുന്ന ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇവിടെയായിട്ടൊരു സമ്പിൽ കളക്ട് ചെയ്യും. ബാക്കിയുള്ള ആ എയറിനെ നമ്മൾ ഹീറ്റിംഗ് കോയിലിൽ കൂടെ കടത്തിവിടും. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൂളിംഗ് കോയിലിൽ കൂടെ കടന്നു വരുമ്പോൾ അത് വളരെ ലോ ടെമ്പറേച്ചറിലേക്ക് മാറും. പക്ഷെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക എപ്പോഴും നമ്മൾ എയർ കണ്ടീഷൻ സെറ്റ് ചെയ്ത് വെക്കുക ഒരു 23, 22 അല്ലെങ്കിൽ നമുക്ക് എന്താണോ കംഫർട്ട് ആവശ്യമായിട്ടുള്ളത് ഹ്യൂമന്, അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ ആയിരിക്കും എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ ഹ്യൂമൻ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അതുകൊണ്ട് കൂളിംഗ് കോയിലിൽ കൂടെ കടന്നു വരുമ്പോൾ ലോ ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടീഷൻ ചെയ്യേണ്ട ആ ഒരു സ്പേസ് ഔത്തിലേക്ക് സപ്ലൈ ചെയ്യേണ്ട ആ ഒരു ടെമ്പറേച്ചറിലേക്ക് ഈ ഹീറ്റിംഗ് കോയിൽ ഹീറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ കൂളിംഗ് കോയിലിൽ കൂടെ പാസ് ചെയ്ത് വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ എന്ന് കരുതുക.
നമുക്ക് റൂമിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ടെമ്പറേച്ചർ 15 ആണ് എന്ന് കരുതുക, എക്സാമ്പിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹീറ്റിംഗ് കോയിൽ എന്ത് ചെയ്യും, 10 15 എയറിനെ ഹീറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഫാൻ ഉപയോഗിച്ച് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ ഹോട്ട് ആൻഡ് വെറ്റ് വെതറിൽ ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റീസർക്കുലേറ്റഡ് എയറും ഔട്ട്സൈഡ് എയറും തമ്മിൽ മിക്സ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അഡയബാറ്റിക് മിക്സിംഗ് ഓഫ് 2 എയർ സ്ട്രീംസ് പറയാൻ നേരത്ത് നമ്മൾ പറഞ്ഞിരുന്നു. ഇങ്ങനെ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരു ഇത്ര പെർസെൻറ്റേജ് റീസർക്കുലേറ്റഡ് എയറും ഇത്ര പെർസെൻറ്റേജ് ഫ്രഷ് എയറും തമ്മിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എഗെയിൻ അതിനെ കണ്ടീഷൻ ചെയ്ത് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ കേസിൽ നമ്മൾ 1ഉം 2ഉം 3ഉം, അതായത് 1 ഫ്രഷ് എയറിൻ്റെ കണ്ടീഷൻ, 2 എന്ന് പറയുന്നത് അതായത് റീസർക്കുലേറ്റഡ് എയറിൻ്റെ കണ്ടീഷൻ, 3 എന്ന് പറയുന്നത് ആ മിക്സ്ചറിൻ്റെ കണ്ടീഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ സമ്മർ എയർ കണ്ടീഷനിങ്ങിൻ്റെ പ്രോബ്ലംസ് നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്ന പ്രോബ്ലം ഹോട്ട് ആൻഡ് വെറ്റ് വെതറിൻ്റെ പ്രോബ്ലംസ് ആയിരിക്കും. അതായത് കൂളിംഗ് പ്ലസ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്ന സമ്മർ എയർ കണ്ടീഷനിങ് ആയിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ആ കേസിൽ നമ്മൾ ഈ പറഞ്ഞ അഡയബാറ്റിക് മിക്സിങ് വെച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ മോഡ്യൂളിൻ്റെ അവസാനം കാണാം. അപ്പോൾ എനിവേ സമ്മർ എയർ കണ്ടീഷൻ സിസ്റ്റത്തിൻ്റെ ഡ്യൂട്ടി എന്താണ്? കൂൾ ചെയ്യുക, ഡീഹ്യൂമിഡിഫൈ ചെയ്യുക, എന്നിട്ട് ആ റൂം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെമ്പറേച്ചർ എന്താണോ ആ ടെമ്പറേച്ചറിലേക്ക് എയറിനെ ഹീറ്റ് ചെയ്ത് റൂമിലേക്ക് സപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് 70 ഡിഗ്രി സെൽഷ്യസിൽ സെറ്റ് ചെയ്യാം, അതല്ല 20 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് എയർ കണ്ടീഷനിങ് സെറ്റ് ചെയ്യാം, 30 ഡിഗ്രി സെൽഷ്യസിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ സെറ്റ് ചെയ്യുന്ന ഏത് ടെമ്പറേച്ചറാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എയർ കണ്ടീഷൻ സ്പേസിലേക്ക് വരുന്നു. Then in most of the places the summer season is hot and humid. Hence, in order to provide comfortable condition to the occupants during summer, it is required to supply cold and dry air to the occupied space. അപ്പോൾ ആംബിയൻ്റ് കണ്ടീഷൻ ഓൾറെഡി ഹോട്ടാണ്, അതുപോലെ തന്നെ ഹ്യൂമിഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കൺഫൈൻഡ് സ്പേസിലേക്ക് സപ്ലൈ ചെയ്യേണ്ട എയർ എന്ന് പറയുന്നത് കോൾഡ് ആയിരിക്കണം. അതുപോലെ തന്നെ മോയ്സ്ചർ റിമൂവ് ചെയ്തിട്ടുള്ള എയർ ആയിരിക്കണം. Then this requires a system wherein the hot and humid air can be cooled to temperature lower than the dew point temperature. അപ്പോൾ നമ്മൾ കൂളിംഗ് കോയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൻ്റെ ഇവാപ്പറേറ്റർ കോയിൽ അവിടുത്തെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക വളരെ താഴ്ന്ന ടെമ്പറേച്ചർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ മിക്സ്ചർ കൂളിംഗ് കോയിലിൽ കൂടെ കടന്നു പോകുമ്പോൾ അകത്തു നിന്ന് വാട്ടർ വേപ്പർ റിമൂവ് ആകണം. അപ്പോൾ ആ കൂളിംഗ് കോയിൽ അതനുസരിച്ച് അപ്പോൾ എത്ര എമൗണ്ട് വാട്ടർ വേപ്പർ റിമൂവ് ആകണം എന്ന അതിനെ ബേസ് ചെയ്ത് കൂളിംഗ് കോയിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെക്കും. എന്നുവെച്ചാൽ വളരെ ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ കൂടുതൽ എമൗണ്ട് വാട്ടർ വേപ്പർ റിമൂവ് ആകും. അപ്പോൾ ഒരു ഒപ്റ്റിമം ഹ്യൂമിഡിറ്റി എപ്പോഴും നമുക്ക് റൂമിൽ ആവശ്യമാണ്. സോ അതനുസരിച്ചുള്ള ഒരു കൂളിംഗ് കോയിൽ ടെമ്പറേച്ചർ ആയിരിക്കും സെറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എയർ നമ്മൾ കൂൾ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ഡീഹ്യൂമിഡിഫൈ ചെയ്യുന്നു. ഇനി ഔട്ട്സൈഡ് എയർ ഡാമ്പറിൽ കൂടെ ഫ്ലോ ചെയ്യുന്നു, അത് റീസർക്കുലേറ്റഡ് എയറുമായിട്ട് മിക്സ് ചെയ്യുന്നു. ഇനി ഈ മിക്സ്ചർ ഫിൽറ്ററിൽ കൂടെ മൂവ് ചെയ്യുന്നു, കാരണം പുറത്തുനിന്ന് എയർ എടുക്കുന്നതുകൊണ്ട് തന്നെ ഡസ്റ്റിനെയും ഡേർട്ടിനെയും ഒക്കെ അതുപോലെ ഇമ്പ്യൂരിറ്റീസിനെയും ഒക്കെ റിമൂവ് ചെയ്യണം. അതിനുവേണ്ടിയാണ് ഫിൽറ്റർ പ്രൊവൈഡ് ചെയ്യുക. ദെൻ അതിനുശേഷം എയർ നൗ പാസസ് ത്രൂ എ കൂളിംഗ് കോയിലൂടെ പാസ് ചെയ്യുന്നു. ദ കൂളിംഗ് കോയിൽ ഹാസ് എ ടെമ്പറേച്ചർ മച്ച് ബിലോ ദ റിക്വയർഡ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഓഫ് ദ എയർ ഇൻ ദ കണ്ടീഷൻ സ്പേസ്. അതാണ് നമ്മൾ പറഞ്ഞത്. കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സ്പേസ് കണ്ടീഷൻ ചെയ്യേണ്ടത് ഏത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആണോ അതിനേക്കാളും വളരെ താഴ്ന്ന ഒരു ടെമ്പറേച്ചറിലായിരിക്കും കൂളിംഗ് കോയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അതിന് കാരണം എന്താണ്? കാരണം ഡീഹ്യൂമിഡിഫിക്കേഷൻ നടക്കണം. അതിനുവേണ്ടിയാണ് കൂളിംഗ് കോയിൽ വളരെ ലോ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. Then the cooled air passes through a perforated membrane and loses its moisture in the condensed form which is collected in a sump. Then air is heated by using a heating coil to bring the air to the designed room temperature. ഇതാണ് സമ്മർ എയർ കണ്ടീഷനിങ്ങിൽ സംഭവിക്കുന്ന കാര്യം. Then the conditioned air is supplied to the conditioned space by fan. ഇനി from the conditioned space a part of the used air is exhausted to the atmosphere by exhaust fan.
ഇനി കണ്ടീഷൻഡ് എയറിൽ നിന്ന് നമ്മളൊരു പർട്ടിക്കുലർ എമൗണ്ട് ആയിരിക്കും റീസർക്കുലേറ്റഡ് എയർ ആയിട്ട് എടുക്കുക. ബാക്കിയുള്ള എയറിനെ നമ്മൾ പുറത്തേക്ക് കളയും. അപ്പോൾ അങ്ങനെ റീസർക്കുലേറ്റ് ചെയ്ത എയറാണ് നമ്മൾ എഗെയിൻ ഫ്രഷ് എയറുമായിട്ട് മിക്സ് ചെയ്ത് കൂളിംഗ് കോയിലിൽ കൂടെ കടത്തി വിടുന്നു. ദ ഔട്ട്സൈഡ് എയർ ഈസ് സക്ഡ് ആൻഡ് മേഡ് ടു മിക്സ് വിത്ത് ദ റീസർക്കുലേറ്റഡ് എയർ ഇൻ ഓർഡർ ടു മേക്ക് അപ്പ് ഫോർ ദ ലോസ് ഓഫ് കണ്ടീഷൻഡ് എയർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റീസർക്കുലേറ്റ് ചെയ്ത് വരുന്ന എയറും അതുപോലെ തന്നെ ഫ്രഷ് എയർ എടുക്കുന്നു, എന്നിട്ട് മിക്സ് ചെയ്യുന്നു. ദെൻ കൂളിംഗ് കോയിലേക്ക് കടത്തിവിട്ട് എഗെയിൻ കണ്ടീഷൻ സ്പേസിലേക്ക് സപ്ലൈ ചെയ്യുന്നു. എഗെയിൻ കണ്ടീഷൻ സ്പേസിൽ നിന്ന് ഒരു പർട്ടിക്കുലർ എമൗണ്ട് റീസർക്കുലേറ്റ് എയർ ആയിട്ട് എടുക്കുന്നു, ബാക്കിയുള്ളതിനെ പുറത്തേക്ക് കളയുന്നു. ഇനി അടുത്തതാണ് സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം ഫോർ ഹോട്ട് ആൻഡ് ഡ്രൈ വെതർ. അപ്പോൾ ഇവിടെ നമുക്ക് ഹോട്ട് ആയിട്ടുള്ള ഒരു ആംബിയൻ കണ്ടീഷനും അതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഒരു ആംബിയൻ കണ്ടീഷനുമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് കൺഫൈൻഡ് സ്പേസിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയർ എന്ന് പറയുന്നത് കൂളായിരിക്കണം, തണുത്ത എയർ ആയിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഹ്യൂമിഡിറ്റി ആഡ് ചെയ്യുകയും വേണം, അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടൻറ്റ് ആഡ് ചെയ്യുകയും വേണം. ഇപ്പം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് എയർ വരുന്നു, ആ എയറിനെ ഫിൽറ്ററിലൂടെ കടത്തി വിടുന്നു, ദെൻ കൂളിംഗ് കോയിലിൽ കൂടെ കടത്തി വിടുന്നു. അതിനുശേഷം ആ എയറിലേക്ക് വാട്ടർ സ്പ്രേ ചെയ്യുന്നു. അപ്പോൾ കൂളിംഗ് കോയിലൂടെ പാസ് ചെയ്യുമ്പോൾ അത് തണുക്കുന്നു, ദെൻ വാട്ടർ സ്പ്രേ ചെയ്യുമ്പോൾ മോയ്സ്ചർ ആഡ് ചെയ്യുന്നു. അതിനുശേഷം അത് കണ്ടീഷൻ സ്പേസിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഇവിടെയും ഒരു വാട്ടർ എലിമിനേറ്റർ ഉണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് വാട്ടർ എലിമിനേറ്റർ യൂസ് ചെയ്യുക. ദെൻ കണ്ടീഷൻ സ്പേസിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇൻ സം ഏരിയാസ് സച്ച് ആസ് ഡെസേർട്ട് ദ സമ്മർ ഈസ് ഹോട്ട് ആൻഡ് ഡ്രൈ വെതർ. സോ അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ നമുക്ക് ആ എയറിനെ കൂൾ ചെയ്യുകയും ചെയ്യണം, അതോടൊപ്പം തന്നെ വാട്ടർ അല്ലെങ്കിൽ മോയ്സ്ചർ ആഡ് ചെയ്യുകയും വേണം. എയർ ഈസ് കൂൾഡ് ആൻഡ് ഹ്യൂമിഡിഫൈഡ്. അപ്പോൾ ഔട്ട്സൈഡ് എയർ ഫ്ലോസ് ത്രൂ ദ ഡാമ്പർ ആൻഡ് മിക്സസ് അപ്പ് വിത്ത് ദ റീസർക്കുലേറ്റഡ് എയർ ഒബ്റ്റെയിൻഡ് ഫ്രം ദ കണ്ടീഷൻ സ്പേസ്. ഇവിടെയും നമ്മൾ പഴയ പോലെ തന്നെ കണ്ടീഷൻ സ്പേസിൽ നിന്ന് വരുന്ന ആ എയറുമായിട്ട് മിക്സ് ചെയ്തായിരിക്കും നമ്മൾ സപ്ലൈ ചെയ്യുക. ദെൻ എയർ ഫിൽറ്ററിലൂടെ കടന്നു പോകുന്നു, ഡയർട്ടൊക്കെ റിമൂവ് ആകുന്നു. ദെൻ എയർ നൗ പാസസ് ത്രൂ എ കൂളിംഗ് കോയിൽ ഫോർ സെൻസിബിൾ കൂളിംഗ്. ഇവിടുത്തെ ഈ കൂളിംഗ് കോയിലിനൊരു പ്രത്യേകതയുണ്ട്, ജസ്റ്റ് കൂൾ ചെയ്യുന്നു. അതായത് നമ്മൾ സൈക്കോമെട്രിക് പ്രോസസ്സിൽ സെൻസിബിൾ കൂളിംഗ് എന്ന് പറഞ്ഞായിരുന്നു. സെൻസിബിൾ കൂളിങ്ങിന് റിലേറ്റീവ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, കാരണം മോയ്സ്ചർ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആ രീതിയിൽ ഇവിടെ എയർ ജസ്റ്റ് കൂളിംഗ് കോയിലിൽ കൂടെ പാസ് ചെയ്ത് അത് അതിനെ കൂൾ ചെയ്യുന്നു. സെൻസിബിൾ കൂളിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. ദെൻ ദ എയർ ഈസ് പാസ്ഡ് ത്രൂ എ സ്പ്രേ ടൈപ്പ് ഹ്യൂമിഡിഫയർ. ദെൻ ആ കൂൾ ചെയ്ത എയർ ഒരു ഹ്യൂമിഡിഫയറിലേക്ക് പാസ് ചെയ്യുന്നു. ഹ്യൂമിഡിഫയർ എന്ത് ചെയ്യുന്നു? വാട്ടർ സ്പ്രേ ചെയ്തുകൊണ്ട് എയറിനകത്ത് മോയ്സ്ചർ കണ്ടൻറ്റ് ആഡ് ചെയ്യുന്നു. എയർ ഈസ് പാസ്ഡ് ത്രൂ എ സ്പ്രേ ടൈപ്പ് ഹ്യൂമിഡിഫയർ ഇൻ വിച്ച് ഫ്രഷ് വാട്ടർ ഇൻ ദ ഫോം ഓഫ് സ്പ്രേ ഈസ് ഇൻജക്റ്റഡ് ഇൻ ടു ദ എയർ സ്ട്രീം. A part of water gets evaporated and mixes with the air. Thus the air humidity is increased. അതിനുശേഷം ആ എയർ ഇപ്പോൾ എയർ കൂളായി, അതോടൊപ്പം തന്നെ അത് ഒരു പർട്ടിക്കുലർ ഹ്യൂമിഡിറ്റിയിലേക്ക് എത്തുകയും ചെയ്തു. ദെൻ ആ കണ്ടീഷൻ ചെയ്ത എയറിനെ എലിമിനേറ്ററിൽ കൂടെ കടത്തിവിടുന്നു, വെയർ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആർ റിമൂവ്ഡ് ബിഫോർ സപ്ലൈയിങ് ടു ദ കണ്ടീഷൻഡ് സ്പേസ്. ഓക്കെ, ഇനി അടുത്തതാണ് വിൻ്റർ എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. വിൻ്റർ എയർ കണ്ടീഷനിങ്ങും സമ്മറുമായിട്ട് നോക്കുകയാണെങ്കിൽ അറേഞ്ച്മെൻ്റ് ഒക്കെ സെയിം ആണ്. പക്ഷേ ഇവിടുത്തെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വിൻ്റർ ക്ലൈമറ്റിൽ ഔട്ട്സൈഡ് അല്ലെങ്കിൽ ആംബിയൻറ്റ് ക്ലൈമറ്റ് എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ റൂമിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആംബിയൻറ്റിനേക്കാളും ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ ആംബിയൻ്റ് ഒരു 5 ഡിഗ്രി സെൽഷ്യസോ അല്ലെങ്കിൽ ബിലോ 0 ഡിഗ്രി സെൽഷ്യസോ ആയിരിക്കാം. അപ്പോൾ റൂം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഒരു 20 അല്ലെങ്കിൽ 21 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിൻ്റർ എയർ കണ്ടീഷനിങ്ങിൽ നമ്മൾ എയറിനെ ഹീറ്റ് ചെയ്യണം. ഇനി മാത്രവുമല്ല, വിൻ്റർ കണ്ടീഷൻസിൽ ആംബിയൻറ്റിൽ ഹ്യൂമിഡിറ്റി വളരെ കുറവായിരിക്കും. കാരണം ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് തന്നെ ഇവാപ്പറേഷൻ റേറ്റ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആംബിയൻറ്റിലുള്ള വാട്ടർ വേപ്പർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പക്ഷെ നമുക്ക് റൂമിൽ ഒരു പർട്ടിക്കുലർ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ മോയ്സ്ചർ ആഡ് ചെയ്യുകയും വേണം. അപ്പോൾ വിൻ്റർ എയർ കണ്ടീഷനിങ് എന്താ സംഭവിക്കുന്നത്? ഹീറ്റിങ്ങും വേണം, അതോടൊപ്പം തന്നെ ഹ്യൂമിഡിഫിക്കേഷനും വേണം.
ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ കണ്ടീഷൻ സ്പേസ്. ഔത്തിൽ നിന്ന് നമ്മളൊരു പർട്ടിക്കുലർ എമൗണ്ട് റീസർക്കുലേറ്റ് എയർ എടുക്കുന്നു. ആ എയറും ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന എയറും തമ്മിൽ മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്തതിന് ശേഷം അത് ഒരു ഫിൽറ്ററിലൂടെ കടന്നു പോകുന്നു. ഫിൽറ്ററിലൂടെ കടന്നു പോയതിന് ശേഷം അതൊരു പ്രീ ഹീറ്റർ എന്ന് പറയുന്ന ഒരു ഹീറ്റിംഗ് കോയിലൂടെ കടന്നു പോകുന്നു. ഈ പ്രീ ഹീറ്ററിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ മിക്സ്ചറിനെ ഹീറ്റ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം ആ എയർ ഒരു ഹ്യൂമിഡിഫയറിൽ കൂടെ കടന്നു പോകുന്നു. ഹ്യൂമിഡിഫയർ വാട്ടർ സ്പ്രേ ചെയ്യുന്നു. അങ്ങനെ മോയ്സ്ചർ ആഡ് ചെയ്യുന്നു. ദെൻ എഗെയിൻ അതൊരു റീഹീറ്ററിൽ കൂടെ കടന്നു പോകുന്നു. ഈ റീഹീറ്ററാണ് നമുക്ക് ഏത് ടെമ്പറേച്ചറാണോ റൂം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആ ടെമ്പറേച്ചറിലേക്ക് എയറിനെ ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ കണ്ടീഷൻ ചെയ്ത എയർ ഫാൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടീഷൻ സ്പേസിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ പ്രീ ഹീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, പ്രീ ഹീറ്റർ ഇല്ല എങ്കിൽ ഈ മിക്സ്ചർ ഈ ഹ്യൂമിഡിഫയറിൽ കൂടെ പാസ് ചെയ്യുന്നു. ആ സമയം ഓൾറെഡി ഈ മിക്സ്ചർ എന്ന് പറയുന്നത് ആംബിയൻ്റ് എയർ വളരെ തണുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ മിക്സ്ചറും വളരെ ലോ ടെമ്പറേച്ചറിലായിരിക്കും. അപ്പോൾ ആ മിക്സ്ചറിലേക്ക് നമ്മൾ വാട്ടർ സ്പ്രേ ചെയ്യുന്ന സമയത്ത് വാട്ടർ ഫ്രീസായി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഫ്രീസായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ആ മിക്സ്ചറിനെ ആദ്യം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ പ്രീ ഹീറ്റ് ചെയ്യുന്നു. ദെൻ അതിന് ശേഷം നമ്മൾ മോയ്സ്ചർ ആഡ് ചെയ്യുന്നു. എഗെയിൻ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റൂം ടെമ്പറേച്ചർ എന്താണോ ആ റൂം ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്യുന്നു. ദെൻ കണ്ടീഷൻഡ് സ്പേസിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ വിൻ്റർ എയർ കണ്ടീഷനിങ്ങിൽ ഹീറ്റിങ്ങും ഹ്യൂമിഡിഫിക്കേഷനും നടക്കുന്നു. എയർ ഈസ് ഹീറ്റഡ് ആൻഡ് ജനറലി ഹ്യൂമിഡിഫൈഡ്. ഔട്ട്സൈഡ് എയർ ഡാമ്പറിൽ കൂടെ ഫ്ലോ ചെയ്യുന്നു. അത് റീസർക്കുലേറ്റഡ് എയറുമായിട്ട് മിക്സ് ചെയ്യുന്നു. അതിനുശേഷം അത് ഒരു ഫിൽറ്ററിൽ കൂടെ കടന്നു പോകുന്നു. ഡസ്റ്റും അതുപോലെ ഡേർട്ടും അതർ ഇമ്പ്യൂരിറ്റീസ് എല്ലാം റിമൂവ് ചെയ്യുന്നു. ദെൻ എയർ നൗ passes through a preheat coil in order to prevent the possible freezing of water and to control the evaporation of water in the humidifier. അപ്പോൾ നമ്മൾ ആദ്യം എയറിനെ ഒരു പ്രീ ഹീറ്ററിൽ കൂടെ കടത്തിവിടും. എന്തിനാണ്? ഈ പ്രീ ഹീറ്ററിൽ നിന്ന് അടുത്തത് പോകുന്നത് ഹ്യൂമിഡിഫയറിലേക്കാണ്. അപ്പോൾ ഹ്യൂമിഡിഫയർ വാട്ടർ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ആ വാട്ടർ ഫ്രീസ് ആകാതിരിക്കാനും അത് എളുപ്പം ഇവാപ്പറേറ്റ് ചെയ്ത് എയറിലേക്ക് ആഡ് ആവാനും വേണ്ടിയാണ് എയറിനെ പ്രീ ഹീറ്റ് ചെയ്യുക. ദെൻ ദ പ്രീ ഹീറ്റഡ് എയർ passes through a reheat coil to bring the air to the designed room condition. അപ്പം ഡിസൈൻ ചെയ്ത റൂമിലെ ഡിസൈനഡ് ടെമ്പറേച്ചർ എന്താണോ ആ ടെമ്പറേച്ചറിലേക്ക് ഈ റീഹീറ്റ് കോയിൽ ആ എയറിനെ കണ്ടീഷൻ ചെയ്യിക്കുന്നു. Then the humidification of air can be achieved in several ways. Example, by bringing the air in contact with a wetted surface or with droplets of water as in an air washer. By adding aerosol sized water droplets directly to air or by direct addition of dry saturated or superheated steam. അപ്പോൾ നമുക്ക് പല രീതിയിൽ വാട്ടർ വേപ്പർ ആഡ് ചെയ്യാം. ഒന്നുകിൽ വാട്ടർ സ്പ്രേ ചെയ്യിക്കാം, അതല്ലെങ്കിൽ നമ്മൾ സ്റ്റീം ആഡ് ചെയ്യാം. പക്ഷേ സ്റ്റീം ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് അത്ര ബെനിഫിറ്റ് ആയിരിക്കില്ല. കാരണം നമുക്കപ്പോൾ ഹീറ്റിംഗ് വേണം. ആ ഹീറ്റർ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റീം ജനറേറ്റ് ചെയ്യണം. ദെൻ ആ സ്റ്റീമിനെ ആ എയർ കണ്ടീഷൻ സിസ്റ്റത്തിലേക്ക് സപ്ലൈ ചെയ്യണം. അപ്പോൾ അത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നോർമൽ ടെമ്പറേച്ചറിലുള്ള വാട്ടർ അല്ലെങ്കിൽ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ എന്താണോ ആ വാട്ടറിനെ ജസ്റ്റ് സ്പ്രേ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ സ്പ്രേ ചെയ്യിച്ചുകൊണ്ട് ഈ സിസ്റ്റം വർക്ക് ചെയ്യിപ്പിക്കാം. Then the most common method of humidifying air for this application is by direct addition of dry steam to air. അപ്പോൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഡ്രൈ സ്റ്റീമാണ്. പക്ഷേ സ്റ്റീം അവൈലബിൾ അല്ലാത്ത കേസിൽ നമുക്ക് വാട്ടർ ജസ്റ്റ് സ്പ്രേ ചെയ്യാം. അതായത് കോൾഡ് വാട്ടർ ആയിരിക്കും. അപ്പോൾ കോൾഡ് വാട്ടർ സ്പ്രേ ചെയ്യിക്കുന്നു. അപ്പോൾ അത് കോൾഡ് വാട്ടർ ഫ്രീസ് ആകാതിരിക്കാൻ വേണ്ടി എയറിനെ പ്രീ ഹീറ്റ് ചെയ്താൽ. ദെൻ വിൻ്ററും സമ്മർ എയർ കണ്ടീഷൻ തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം, വിൻ്റർ കണ്ടീഷൻസിൽ നമുക്ക് റൂം ഹീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആംബിയൻറ്റ് ടെമ്പറേച്ചറിനേക്കാളും കൂടിയ ഒരു ടെമ്പറേച്ചറിൽ റൂം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സമ്മർ എയർ കണ്ടീഷനിങ്ങിൽ നമുക്ക് ആംബിയൻ ടെമ്പറേച്ചറിനേക്കാളും ഒരു കുറഞ്ഞ ടെമ്പറേച്ചറിൽ റൂം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ എയർ കണ്ടീഷൻ സിസ്റ്റത്തിൻ്റെ ഉദ്ദേശം. അതോടൊപ്പം തന്നെ ഹ്യൂമിഡിറ്റിയും എയർ മോഷനും സെറ്റ് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റംസും അതുപോലെ മറ്റ് എയർ കണ്ടീഷനിങ് സിസ്റ്റംസും ഡിസ്കസ് ചെയ്യാം. Thank you.